അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ ദിനത്തിൽ ചൊല്ലിയ ഒരു മഹത്തായ ദിക്ർ, ആ ദിക്ർ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലിയപ്പോൾ അല്ലാഹു അവിടുന്ന് വലിയ വിജയം നൽകിയതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. മക്കളില്ലാത്തവരുണ്ട്, കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ജോലിയില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ രോഗികളുണ്ട്. ഈ മഹത്തായ ദിക്ർ ഒരു 313 പ്രാവശ്യം നിങ്ങൾ നിയ്യത്ത് വെച്ചൊന്ന് ചൊല്ലി നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു വിജയം നൽകുന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്തിരുന്ന ഒരു മഹത്തായ ദിക്റാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ബദർ ദിനത്തിൽ ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും ഇൻഷാ അല്ലാഹ് ഉത്തരം കിട്ടും. അത്രയേറെ മഹത്വമുള്ള ഒരു ദിക്റാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് ശ്രേഷ്ഠതകളും പുണ്യങ്ങളും നിറഞ്ഞ രാവാണ്. അല്ലാഹു ബദർ ദിനത്തെ പരിചയപ്പെടുത്തിയത് യൗമുൽ ഫുർഖാൻ എന്നാണ്. അതായത് സത്യവിവേചനം നടന്ന ദിവസം, സത്യം ജയിച്ച ദിവസം. അന്നത്തെ രാത്രി അതിപ്രധാന നിർണായക രാത്രിയായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, ഈ ചെറിയ സംഘത്തെ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. കേവലം 313 സഹാബാക്കൾ മാത്രമായിരുന്നു ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്നതെന്ന ശത്രുപക്ഷത്ത് ആയുധബലവും ആൾബലവും കൊണ്ട് വളരെ ശക്തിയുള്ള ഒരു വിഭാഗം ജനങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കൊണ്ടും മലക്കുകളുടെ സഹായം കൊണ്ടും ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളെ വിജയിപ്പിച്ചു എന്നുള്ളതാണ്. ബദർ ദിനം പള്ളികളിലൊക്കെ അസ്ർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മഹത്തുക്കളായ ബദരീങ്ങളുടെ ബദർ മൗലിദ് പാരായണം ചെയ്യും. അതുപോലെ തന്നെ യാസീനോദും. അന്നത്തെ ദിവസം നമ്മുടെ വീടുകളിലും ബദർ മൗലിദ് നമ്മൾ പാരായണം ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ബദരീങ്ങൾ വിജയിക്കാൻ ഒരുപാട് കാരണമുണ്ട്. പ്രത്യേകിച്ച് ബദറിന്റെ തലേന്ന് ഒരുപാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് വിഷമമുണ്ടെങ്കിലും, എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഇതുപോലുള്ള മഹത്തായ ദിക്റുകൾ നിങ്ങൾ മുറുകെ പിടിക്കുകയും അത് ചൊല്ലിയിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷാൾ പോലും തറയിൽ വീണുപോയി. കഷത്തിന്റെ വെളുപ്പ് കാണത്തക്ക രീതിയിൽ കൈ ഉയർത്തി പിടിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹത്തായ ദിക്ർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഈ ദിക്ർ ഇസ്മുൽ അഅ്ളമാണെന്ന് മഹാന്മാർ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ ദിക്ർ ചൊല്ലിയിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും മന്നാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം നൽകുന്നതാണ്. കാരണം മഹത്തുക്കളായ ബദരീങ്ങൾ ഈ ലോകത്ത് വെച്ച് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും സ്ഥാനമുള്ളത് അവർക്കാണ്. നാളെ ബദർ ദിനമാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. നിങ്ങളുടെ ഭവനങ്ങളിൽ മഹത്തുക്കളായ ബദരീങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മൗലിദ് ശരീഫ് നിങ്ങൾ പാരായണം ചെയ്യണം. അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. 16 ദിവസം തുടർച്ചയായി നോമ്പ് പിടിച്ചുകൊണ്ടാണ് അവർ യുദ്ധത്തിനിറങ്ങിയത്. അവർ നോമ്പ് നോറ്റിരുന്നത് നമ്മളെ പോലെ വിശാലമായ ഭക്ഷണങ്ങൾ കൊണ്ടല്ലായിരുന്നു, ഒരു കീറുകാരൊക്കെ കഴിച്ചുകൊണ്ടാണ്. അവർ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കീറുകാരൊക്കെ കഴിച്ചുകൊണ്ടിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ദീൻ ഈ ഭൂമിയിൽ നിലനിൽക്കണമെന്നുള്ള രീതിക്ക് ആ മഹാരഥന്മാരായ ബദരീങ്ങൾ രണാങ്കളത്തിൽ ഇറങ്ങിയപ്പോൾ അതിനെതിരെ നിന്ന ശത്രുക്കൾ അവരെ പരാജയപ്പെടുത്താൻ ഇറങ്ങി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിപ്പിച്ചു എന്നുള്ളതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ഇരിക്കുമ്പോൾ ബദരീങ്ങളിൽ ചിലർ സഹാബാക്കൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ബദരീങ്ങളിൽ ചിലർ അവിടെ വന്ന് ഇടുങ്ങിയ സ്ഥലത്ത് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ പ്രയാസപ്പെട്ടവർ നിൽക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് വേദനിച്ചു. ബദരീങ്ങൾക്ക് ഇരിപ്പിടം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കാരണം അത്രയും മഹത്വമുള്ളതാണ് ബദർ ദിനത്തിൽ പങ്കെടുത്ത സഹാബാക്കൾ. അല്ലാഹുവിന്റെ റസൂലിന് അതറിയാമായിരുന്നു. ബദരീങ്ങളുടെ 313 പേരിനെ തവസ്സിലാക്കിക്കൊണ്ട് ഈ ഇസ്മിനെ കൂടുതൽ ചൊല്ലിയാൽ ഉടനടി ഇൻഷാ അല്ലാഹ് ഉത്തരവ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഈ മഹത്തായ ബദരീങ്ങളുടെ 313 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഇസ്മിനെ നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഇൻഷാ
നിങ്ങളുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുന്നതാണ്. നാളെയാണ് ബദർ ദിനത്തിന്റെ രാവ്, നാളെയാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് മഹാനവരുടെ കിതാബിൽ നമുക്ക് നോക്കിയാൽ കാണാം, ബദർ ദിനം ഹിജ്റ 2-ാം വർഷം റമദാൻ 17-ാമതായത് ബദർ ദിനത്തിന്റെ രാവിലും പകലിലും മഹാനായ അലി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോഴെല്ലാം അവിടുന്ന് സുജൂദിൽ കിടന്നുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഈ മഹത്തായ ദിക്ർ ചൊല്ലിക്കൊണ്ട് മഹാനവറുകൾ അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ അതിന്റെ രാവിലും ബദർ ദിനത്തിന്റെ രാവിലും പകലിലും ഞാൻ കാണുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്നുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം എന്ന ഈ മഹത്തായ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആ ദിക്റിന്റെ മഹത്വം കണ്ടോ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുകയാണ്. അങ്ങനെ മഹത്തായ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു വലിയ വിജയം അല്ലാഹു നൽകിയെന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിക്റിനെ ചൊല്ലി എല്ലാവരും അല്ലാഹുവിനോട് ചോദിക്കണം. ഒരുപാട് പേര് ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം, ഇപ്പോ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ അല്ലാഹുവിനോട് ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ സുജൂദിൽ കിടന്നുകൊണ്ട് മന്നാനായ റബ്ബിനോട് നമ്മൾ ഈ ദിക്ർ അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് സഹായങ്ങൾ ചോദിക്കണം. അല്ലാഹുവേ, നീ എല്ലാ മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയ രോഗികളുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ മക്കളുടെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, കടക്കാരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, കച്ചവടത്തിൽ പച്ചപിടിക്കാത്തവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ദിക്ർ നിങ്ങൾ സുജൂദിൽ കിടന്നുകൊണ്ട് അതുപോലെ നിങ്ങൾക്ക് എത്രത്തോളം വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം വർദ്ധിപ്പിച്ചിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യേ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വലിയ വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഞാൻ എപ്പോഴും കണ്ടാലും ബദർ ദിനത്തിന്റെ രാവിലും അന്നും ആ ദിനത്തിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സുജൂദിൽ കിടന്നുകൊണ്ട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് പടച്ചവനെ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹ്, കാരുണ്യവാനായ റബ്ബേ, നീ ഞങ്ങളെ എല്ലാ മേഖലകളിലും സഹായിക്കണേ അല്ലാഹ്. സർവ്വവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദിനാ വലി മശായിഖിനാ വലി അസാതിദിനാ വലി അഹ്ബാബിനാ വലി അശായിരിനാ വലി ഖബായിലിനാ വലി ജീറാനിനാ വലി മൻ അഹബ്ബ വഅഹ്സന ഇലൈനാ വലി മൻ ലഹു വകുന അലൈനാ ولجميع أمة محمد صلى الله عليه وسلم. وقنا ربنا شر ما قضيت. اللهم اغفر لنا رب ربما كما ربنا صغارا. أرحم الراحمين يا الله. പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, നാളെ മഹത്തായ ബദർ ദിനത്തിന്റെ രാവാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സകല ഹലാലായ മുറാദുകൾ നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇരുലോക വിജയികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ പരിശുദ്ധ റമദാൻ ഞങ്ങൾ ചെയ്ത നോവ്, ഞങ്ങൾ പിടിച്ച നോവുകൾ, ഞങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ ദാനധർമ്മങ്ങളും, ഞങ്ങളുടെ ഖുർആനോദലുകളും, ഞങ്ങളുടെ തറാവീഹ് നമസ്കാരങ്ങളും എല്ലാം പടച്ചവനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അതുപോലെ ഒരുപാട് റമദാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളിൽ നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്‌ലിസുമായി ബന്ധമുള്ളവർ, ഞങ്ങളുമായി ബന്ധമുള്ളവർ ഒരുപാട് പേര് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും സകല മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാവിധ ഐശ്വര്യങ്ങളും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്.